ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു സൽക്കാരത്തിന് പോയാലോ? സൽക്കാരം ഇടവഴി. നമ്മുടെ ട്രിവാൻഡ്രത്ത് സ്റ്റാച്യു ജംഗ്ഷനിൽ AG's ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഊണിന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഊണും തവ ഫിഷ് ഫ്രൈയും അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഹോട്ടലിന്റെ പേരാണ് സൽക്കാരം ഇടവഴി. ഇത് നമ്മുടെ സ്റ്റാച്യുവിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഫെലിസിറ്റി ടവറിന്റെ നേരെ സൈഡിലായിട്ട് വരും. നമ്മുടെ പണ്ട് കാലത്തുള്ള ഹോട്ടലുകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാഴയിലയിൽ സദ്യവട്ടം വിളമ്പുന്ന പോലെയുള്ള കറികളോട് കൂടി മീൽസ് വിളമ്പിത്തരും. അതിന്റെ കൂടെ നല്ല സൂപ്പർ ആയിട്ടുള്ള തവ ഫിഷ് ഫ്രൈ നമുക്ക് കിട്ടും. പല ടൈപ്പ് മീനുകളുടെ തവ ഫ്രൈ ഇവിടെ ലഭിക്കും. അപ്പൊ നമുക്ക് ഈ ഹോട്ടലിന്റെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ? ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രം സിറ്റിയുടെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ ഈ AG's ഓഫീസിന്റെ പരിസരം എന്ന് പറയുന്നത്. അപ്പോൾ ആ AG's ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് സൽക്കാരം ഇടവഴി എന്ന് പറയുന്ന ഈ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ആ പേരിനോട് വളരെയധികം നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണല്ലേ ആ ഒരു വഴി, ഇതുപോലെ ഒരു ഇടവഴിയിൽ കൂടെ കയറി വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഹോട്ടലിലോട്ട് കയറുന്നത്. ഇവിടെ കണ്ടോ, ഈ ഹോട്ടലിന്റെ നേരെ വെളിയിൽ തന്നെ ഒരു ബോർഡിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മീനും മറ്റ് ഐറ്റംസും അതിന്റെ റേറ്റ്സ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഹോട്ടലിന്റെ ഉള്ളിലോട്ട് കയറി ഉള്ളിലെ കാഴ്ചകളും കൂടെ കാണാം. ഇത് കണ്ടോ, പണ്ട് കാലത്തെ ആ ഹോട്ടൽസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയല്ലേ ഇവര് ഡെസ്കും ബെഞ്ചുമാണ് ഇവിടെ ഡൈനിങ് സ്പേസിൽ ഇട്ടേക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ്. അത് കൂടാതെ ഇവർക്ക് AC ഡൈനിങ് സ്പേസും അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഇവരുടെ ഒരു ഓപ്പൺ കിച്ചണാണ്. ശരിക്കും പറഞ്ഞാൽ മീനെല്ലാം തവ ഫ്രൈ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. നമ്മൾ ഹോട്ടലിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു തവ ഫ്രൈ ചെയ്യുന്ന ആ ഒരു കാഴ്ചയും അതിൻ്റെ ആ ഒരു മണവും കാര്യങ്ങളും ഒക്കെ അടിച്ചുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് തന്നെ. ഇതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മൾ ഈ കയറി വരുമ്പോൾ ഇതൊരു നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ആ മീനൊക്കെ വറക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മണമില്ലേ, ആ മസാലയിൽ കിടന്ന് ഇതിങ്ങനെ വേവുമ്പോൾ കിട്ടുന്ന ആ ഒരു മണം. പല ടൈപ്പ് മീനുകൾ ഒരേ സമയത്ത് അവർ തവ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം അയല, കിളിമീൻ, ആവോലി, കൊഞ്ച്, നെമ്മീൻ അങ്ങനെയുള്ള എല്ലാ മീനും അവർ ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് പെർ ഓർഡറാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ കുറേ മീനുകൾ അവർ നേരത്തെ കൂട്ടി ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പം ഞങ്ങൾ അവരുടെ മെയിൻ ഹാളിലല്ല ഇരിക്കുന്നത്. ഇവർക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, AC സ്പേസ് ഉണ്ട്. AC ചെറിയൊരു ഹാളുണ്ട്. ഒന്നല്ല, 2 AC ഹാളുണ്ട്. അപ്പോൾ അതിലൊരു ഹാളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ ഇലയൊക്കെ ഇട്ടിട്ട് ഒരു സദ്യവട്ടം വിളമ്പുന്നത് പോലെയുള്ള ഒരു മിനി സദ്യക്കുള്ള കറികളൊക്കെ അവർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ചോറും കൂടെ വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇല കണ്ട ഒരു സദ്യക്ക് വിളമ്പി വെച്ചേക്കുന്നതൊക്കെ തോന്നുന്നില്ലേ? ചോറ്, പരിപ്പ്, അവിടെ കപ്പ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തൈര് മുളകുണ്ട്, പപ്പടകം, അച്ചാറ്, ചമ്മന്തി, പച്ചടിയുണ്ട്. പിന്നെ 2 ടൈപ്പ് തോരൻ, അവിയൽ. അത് കൂടാതെ മീൻകറിയുണ്ട്. പിന്നെ ചെറിയൊരു കുടത്തിൽ മോര് വെച്ചിട്ടുണ്ട്. അതുപോലെ പായസം. ഇതാണ് ഇവരുടെ നോർമൽ മീൽസ്. ഇതിന് ഇവർ 150 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയ ഇവിടുത്തെ സ്പെഷ്യൽ തവ ഫ്രൈഡ് ഫിഷസ്. അപ്പൊ എന്തെല്ലാം ടൈപ്പ് മീനുകളാണ് അവർ ഫ്രൈ ചെയ്ത് കൊണ്ട് വന്നേക്കുന്നതെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് വാങ്ങിക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. എല്ലാം ആ രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തേക്കുന്നത്. കണ്ടോ? അപ്പൊ ഞാൻ എന്താണെങ്കിലും ഒരു നെയ്മീൻ എടുത്തു, ഒരു കൊഞ്ചെടുത്തു, അതുപോലെ ഒരു ആവോലി. എല്ലാം തവ ഫ്രൈഡ് ആണ്. എന്താണെങ്കിലും ഇനി ഒട്ടും സമയം കളയുന്നില്ല. നേരെ ഞാൻ ആദ്യം ഇവരുടെ ഈ മീൽസ് ഒന്ന് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ മീൻ ഓരോന്നായിട്ട് കഴിച്ചു നോക്കാം. അപ്പൊ ആദ്യം ഈ പരിപ്പും കൂട്ടി ഇവരുടെ ഈ ഊണൊന്ന് കഴിച്ചു നോക്കാം. ഇത് ശരിക്കും നമ്മൾ സദ്യവട്ടത്തിനൊക്കെ കഴിക്കുമ്പം കിട്ടുന്ന ആ ഒരു പരിപ്പിന്റെ ആ ഒരു ഫ്ലേവർ തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ ഇലയിലിരിക്കുന്ന മറ്റ് കറികളും എല്ലാം കൂട്ടി ആദ്യം കുറച്ച് ഇങ്ങനെ ചോറൊന്ന് കഴിക്കാം. അത് കഴിഞ്ഞിട്ടേ ഞാൻ എന്താണെങ്കിലും മീൻ കഴിക്കുന്നുള്ളൂ. ടിപ്പിക്കലായിട്ടുള്ള ഒരു സദ്യ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കറികളൊക്കെ ഞാൻ കുറേശ്ശെ കഴിച്ചു നോക്കി. എല്ലാത്തിനും ആ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു സദ്യവട്ടത്തിന് വിളമ്പുന്ന രീതിയിലുള്ള ആ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. കട്ടിച്ചമ്മന്തി എന്താണെങ്കിൽ ഇതിനകത്ത് ഇരിക്കുന്ന കറികളിൽ ഏറ്റവും രസകരം കട്ടിച്ചമ്മന്തി തന്നെയാണ്.
പിന്നെ ദേ ഇവിടെ സൈഡിൽ കുറച്ച് കപ്പ ഇരിപ്പുണ്ട്. അതുപോലെ ഇവർ ചൂര മീൻ കറിയാണ് തന്നേക്കുന്നത്. അതൊന്ന് കഴിച്ചു നോക്കട്ടെ. വാവ്, സൂപ്പർ കേട്ടോ. നല്ല എരിവുള്ള ഒരു മീൻ കറിയാണ്. ഓവർ സ്പൈസി അല്ല, ഒരു കറികളും ഓവർ സ്പൈസി ആയിട്ട് അവർ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ കൂടെ ഈ ഒരു കപ്പയും മീൻകറിയും കൂടെ കൂട്ടി കഴിക്കുമ്പം അതൊരു ഫീലാണ്. അപ്പം മീൽസ് എന്തായാലും സൂപ്പർ. ഇനി ഞാൻ ഈ കൊഞ്ച് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കട്ടെ. കൊഞ്ച് എന്നും എൻ്റെ ഫേവററ്റ് ഐറ്റം ആണെന്ന് അറിയാമല്ലോ. അപ്പം ഇത് തവ ഫ്രൈ ചെയ്ത കൊഞ്ചാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കിഡു ഐറ്റം കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. ആ മസാലയൊക്കെ നല്ല പിടിച്ചിറങ്ങിയിരിക്കുന്ന കൊഞ്ച് തവ ഫ്രൈ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്, കിഡിലുമാണ്. അപ്പോൾ അതേ അതിനിടയിൽ സാമ്പാർ വന്നു. കറികൾ ഓരോന്നായിട്ട് അവരിങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിനി ഈ നെമ്മീൻ തവ ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അതിൻ്റെ മുകളിൽ കണ്ടോ ആ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം അത് നല്ല അടിപൊളിയായിട്ട് തവ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണെന്ന്. നോക്കാം നമുക്ക് ഈ നെമ്മീൻ ഫ്രൈ ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. കിഡു ഐറ്റം തന്നെയാണ് കേട്ടോ. ശരിക്കും നല്ല ക്ലാസ് ആയിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. ആ മസാലയൊക്കെ നല്ലതുപോലെ അതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് ആ മീനുമായിട്ട്. എനിക്ക് തോന്നുന്നത് കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവരിത് തവ ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ മസാല നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നോർമൽ മീൽസിന്റെ കൂടെ കിട്ടുന്ന ആ ഒരു ചൂരക്കറി ഉണ്ടല്ലോ, അതും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഓവർ സ്പൈസി ഒന്നുമല്ല, പക്ഷേ ആവശ്യത്തിനുള്ള എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ തേങ്ങ അരച്ച ആ ഒരു മീൻകറിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുവരെ കഴിച്ചേക്കുന്ന എല്ലാ ഐറ്റംസും കിഡുമാണ്. ഇനി നമുക്ക് ഈ ആവോലി ഫ്രൈയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ആവോലി തവ ഫ്രൈ ആണ്. കണ്ടോ ആ ഫ്ലഷ് ഒക്കെ കണ്ടോ, നല്ല രീതിയിൽ വെന്തിട്ടിരിക്കുന്നത് കണ്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് കഴിച്ച്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനായിട്ടില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഞാനിപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത 3 തവ ഫ്രൈയും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. നെയ്മീനും കൊഞ്ചും ആവോലിയും 3ഉം ഞാൻ കഴിച്ചു. 3ഉം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അതുപോലെ തന്നെ ഇവര് ഇത് തവ ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്ന ഓയിൽ ഉണ്ടല്ലോ, അത് നല്ല ഫ്രഷ് ഓയിലാണ്. അതിന്റെ ആ ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവരുടെ മസാല, ചില ഹോട്ടൽസിൽ നമ്മൾ തവ ഫ്രൈ കഴിക്കുന്ന ഉടനെ അതിനകത്ത് ഓവറായിട്ട് മസാല വന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു കുത്തലൊക്കെ ഫീൽ ചെയ്യും. ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു കുഴപ്പവുമില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഒട്ടും ഓവറായിട്ടല്ലാത്ത രീതിയിലാണ് മസാലയൊക്കെ ഈ മീനിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഞാൻ എത്രത്തോളം തൃപ്തികരമായിട്ടാണ് കഴിച്ചതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഇല കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. ശരിക്കും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മീലാണ് ഞാൻ കഴിച്ചത്. കുറച്ച് രസമാണ്. രസം ശരിക്കും എനിക്ക് എപ്പോഴും ഇങ്ങനെ കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ കുടത്തിൽ കിട്ടുന്ന നല്ല തണുത്ത മോരാണ്. നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ എസ്പെഷ്യലി ഇത്രയും മീനും ഒക്കെ കഴിച്ച് ചോറും ഒക്കെ ഉണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മോര് കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് ശരിക്കും കിടുവല്ലേ. ഒരു കുടം മോര് കുടിച്ചു തീർത്തു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആ തൈര് മുളകും കൂടെ കൂട്ടിയിട്ട് ഒരു കുടം മോരും കൂടെ കുടിക്കാം. ചെറിയ കുടമാണ്, നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇതിനകത്തില്ല. പക്ഷെ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റിഫ്രഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. അപ്പം വളരെയധികം തൃപ്തികരമായിട്ടുള്ള ഒരു മീൽസാണ് ഞാൻ എന്താണെങ്കിലും ഇന്നിപ്പം ഇവിടെ നിന്ന് കഴിച്ചത്. സൂപ്പർ എന്ന് തന്നെ പറയണം, വേറെ വാക്കില്ല പറയാനായിട്ട്. അപ്പം അതേ ഇവിടെ സേമിയ പായസം ഇരിപ്പുണ്ട്. അപ്പോൾ അവസാനം ഒരിച്ചിരി സേമിയ പായസവും കൂടെ കുടിച്ചേക്കാം. ലഞ്ച് ടൈമിൽ ശരിക്കും നമ്മൾ സ്റ്റാച്യു പരിസരത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മീൽസ് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ തവ ഫ്രൈ ഇല്ലാതെ മീൽസ് മാത്രം കഴിച്ചാലും സൂപ്പറാണ്. പക്ഷെ തവ ഫ്രൈ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇവിടെ ഇത്രയും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. നോർമലി വർക്കിംഗ് ഡേയ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫുൾ ഹൗസാണ്. നമ്മൾ പലപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യൂ നിന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കൊലപ്പഴം ഇട്ടിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഴം എടുത്ത് കഴിക്കാൻ സാധിക്കും. അതിനവർ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ചെയ്യുന്നതുമല്ല. കുറച്ചു നേരം ഇവിടുത്തെ സ്റ്റാഫും ഒക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിന്നതിന് ശേഷം സൽക്കാരം ഇടവഴിയിൽ നിന്നും നല്ല കിടിലം ഒരു മീൽസും കഴിച്ചിട്ട് ഈ ഇടവഴിയിൽ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പം നല്ല കിടിലമായിട്ടുള്ള ഒരു മീൽസ് കഴിച്ചിറങ്ങി. മീൽസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ തവ ഫിഷ് ഫ്രൈ തന്നെയാണ്. ഏത് മീനും ഞങ്ങൾ 3 മീൻ ട്രൈ ഔട്ട് ചെയ്തു. നെമ്മീൻ കഴിച്ചു, അതുപോലെ ആവോലി കഴിച്ചു, പിന്നെ കൊഞ്ചും കഴിച്ചു.
എല്ലാം നല്ല സൂപ്പർ മസാല, നല്ല അടിപൊളിയായിട്ട് തവ ഫ്രൈ ചെയ്ത് കിട്ടിയേക്കുന്ന മീനായിരുന്നു. പിന്നെ മീൽസും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൽസ് ആയിരുന്നു. അതിനകത്ത് അവസാനം നമുക്ക് കുടിക്കാനായിട്ട് ചെറിയൊരു കുടത്തിനകത്ത് ഒരു മോര് കിട്ടുന്നുണ്ട്. അത് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റീഫിൽ ചെയ്ത് തരും. ഈ ചൂട് സമയത്ത് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു മീൽസ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ആ ഒരു മോരും കൂടെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിഫ്രഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും സൂപ്പറാണ്. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് അവിടുത്തെ മീൽസ് കഴിച്ചത്. പിന്നെ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം നമുക്ക് പഴയ കാലത്തുള്ള ആ ഒരു ഹോട്ടലിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ തന്നെയുള്ള ആ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് അവരവിടെ ചെയ്തേക്കുന്നത്. നല്ല സ്റ്റാഫിന്റെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡീലിങ്സ് ആയിരുന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി ഉള്ള സ്റ്റാഫാണ് അവിടെ ഉള്ളത്. അപ്പം ഇവിടെ ഇതുപോലെ ലഞ്ച് കൂടാതെ ഇവിടെ വൈകുന്നേരവും ഭക്ഷണം ഉണ്ട്. അതിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് ഒന്ന് തരണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ രാവിലെ 11 മണിക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.